കുമാരന്റെ ദൈവാധീനം ഉച്ചത്തിലോ? ഗരുഡൻ അവന്റെ പ്രത്യക്ഷമൂർത്തി. ഹനുമാൻ അവനിൽ പ്രസാദിക്കുന്നു. ദേവി അവന് കാവലും. ഒരു യക്ഷി അവനിൽ അനുരക്തയാണ്. അവന്റെ ബ്രഹ്മചര്യം നശിച്ചാൽ യക്ഷി അവനെ പിടികൂടും. മീനാക്ഷി, നീ അവന്റെ പഴയ ആളല്ലേ? നീ നിരീച്ചാൽ അവനെ മീനാക്ഷിയെ കൊണ്ട് നമുക്കൊരു ചെറിയ സഹായം വേണ്ടിയിരിക്കണം. ഇനി അടുത്തു വരൂ. പൊന്നുടേനെ തീയിലേക്ക് ചാടാനാണല്ലോ കൽപ്പിക്കുന്നത്. അടിയന് മേല. കുമാരൻ തമ്പി അങ്ങനിപ്പോ മഹാമാന്ത്രികനാ. ദുഷിച്ച കണ്ണുകൊണ്ട് അദ്ദേഹത്തെ നോക്കിയ കൃഷ്ണപ്പരുന്ന് വന്ന് കൊത്തിപ്പറിച്ചത് തന്നെ. കുന്തം ഒരു ചുക്കും സംഭവിക്കില്ല. നോം പറഞ്ഞത് കേട്ടാൽ നിനക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഒരു ബാധയനോം. ചതിക്കില്ല തിരുമേനി. അടിയൻ അടിയൻ നോക്കട്ടെ. എന്താ മീനാക്ഷമ്മേ? പട്ടേരിക്ക് വേണമെന്നാണോ? അതെ, പട്ടേരിക്ക് വേണം. കൊണ്ടുപോയി കൊടുക്ക. തമ്പിയൊന്നും പേടിക്കണ്ട. പഴയ മീനാക്ഷിയല്ല ഞാൻ. ഒരു സങ്കടം ഉണർത്തിക്കാൻ. എന്താ കാര്യം? എന്റെ മോൾ ഗോമതിക്ക് ബാധോപദ്രവമാ. അവിടെ വരെ വന്ന് അവിടെ ബാധയെ ഒഴിപ്പിച്ചു തരണം. പണ്ട് ഈ മീനാക്ഷി പിഴയായിരുന്നു. എന്റെ തമ്പി അങ്ങ് മന്ത്രവാദിയായ പിന്നെ മീനാക്ഷി പതിവൃതിയായിട്ടാ കഴിയുന്നത്. ദുർവിചാരം ഉണ്ടാകുമ്പോ കമന്നു കിടന്നുകൊണ്ട് നാമം ജപിക്കും. ശരി. എന്തൊക്കെയുണ്ട് വരാരെ വിശേഷങ്ങൾ? കഴിഞ്ഞു കൂടുന്നു തമ്പിയങ്കുന്നേ. ഈടായിട്ട് തമ്പിയങ്കുന്നിനെ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. പഴയതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? വേണ്ടായേ. നാട്ടുകാർക്ക് അങ്ങയുടെ ദിവ്യത്വത്തെ പറ്റിയേ പറയാനുള്ളൂ. എല്ലാം വേലായുധ സ്വാമിയുടെ അനുഗ്രഹം. പിന്നെ നമ്മുടെ മീനാക്ഷിയും ചൂരക്കാട്ട് ഭട്ടത്തിനും കൂടി എന്തൊക്കെയോ ആലോചനകൾ നടത്തുന്നു. ഇന്നലെയും ഇന്നും തിരുമേനി അമ്പലത്തിൽ വന്ന് അവളെ കണ്ടു. അവളുടെ മകൾക്ക് ബാധവിപദ്രവമാണെന്ന് കേട്ടല്ലോ. ഗോമതി പെണ്ണിനോ? നാഴികയ്ക്ക് മുമ്പ് ഞാൻ അവളെ കണ്ടതാണല്ലോ. അവളും ആങ്ങച്ചെറുക്കനും കൂടി കിഴക്കേ നടക്കിലെ സംഭാരം വെക്കുക. ഗോപാലനുണ്ട്. പിന്നെ ഇന്ന് അഷ്ടവിരോഹിണി ആയതുകൊണ്ട് നല്ല വിറ്റുവരവാ. മാരാർപ്പിക്കുള്ളൂ. മഹാമായി, ദുഷ്കർമ്മിയായ ഭട്ടതിരിയുടെ പരീക്ഷണം എനിക്ക് കാട്ടിത്തരണമേ.
വന്ന കാലം നിൽക്കാതെ അവത്തോട്ട് വന്നാട്ടെ. ഞാൻ എത്ര നേരമായി അങ്ങനെ കാത്തിരിക്കുക. ഗോമതി എവിടെ? മുറ്റത്ത് നിന്നുകൊണ്ടാണോ ഗോമതിയെ തിരക്കുന്നത്? അകത്തോട്ട് വന്നാട്ടെ. മീനാക്ഷി, ഞാൻ അകത്തേക്ക് വരാം. പക്ഷെ മാന്ത്രിക കർമ്മം നടത്താതെ ഞാൻ പുറത്തിറങ്ങില്ല. കർമ്മം നടത്തിക്കാതെ ഞാൻ തമ്പി എങ്ങനെ വിടത്തുമില്ല. ശരി. വിളക്ക് വേണ്ടേ? എന്നോട് പൊറുക്കണം. ബാധോപദ്രവം ഗോമതിക്കല്ല, അവിടുത്തെ മീനാക്ഷിക്ക. ആഞ്ജലി മഹാദേവി സ്വാഹ. ഈ പാപിയോട് പൊറുക്കണേ. ചോരക്കാട്ട് പട്ടേരി എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇനി ഒരിക്കലും മീനാക്ഷി തെറ്റ് ചെയ്യില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ സത്യം. എഴുന്നേൽക്കൂ. അവന്റെ ഒരു വശ്യപ്രയോഗം. സർവവശ്യ തൈലവും ലേപനവും അവൻ ജപിച്ചു തന്നിരിക്കുന്നത്. നിന്റെ മകൻ നിന്നെ കണ്ടാലും മോഹിക്കും. വേഗം പോയി കുളിച്ച് ശുദ്ധമായിക്കോ. ഓം ഹ്രീം കർണപിശാചിനി കർണേ കഥയ സ്വാഹ. എന്ത്? എന്റെ വശ്യപ്രയോഗം കുമാരനിൽ ഫലിച്ചില്ലെന്നോ?